നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശശി തരൂറും കോൺഗ്രസും ഇടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നാം കണ്ടുവരുന്നത്. തരൂർ പാർട്ടി മാറുമോ, മറ്റു വാതിലുകൾ മുട്ടുമോ, തന്റെ നിലപാടുകൾ കാരണം പൊറുതിമുട്ടിയ കോൺഗ്രസ് നേതൃത്വത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഏതായാലും പാർട്ടിക്ക് ഇപ്പോൾ ഒരു മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എം പി ആയ ശശി തരൂർ. തന്റെ സേവനം പാർട്ടിക്ക് ആവശ്യമില്ലെങ്കിൽ മറ്റു വഴികൾ തേടുന്നു എന്ന നിലപാടാണ് ശശി തരൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പോഡ്കാസ്റ്റിലൂടെയാണ് ശശി തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ യാഥാർത്ഥ്യങ്ങളാണ് ശശി തരൂർ പറയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പാർട്ടി അടിത്തറ വികസിപ്പിച്ചില്ല എങ്കിൽ മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നാണ് ശശി തരൂർ പറയുന്നത്. പുതിയ വോട്ടർമാരെ ആകർഷിക്കണമെങ്കിൽ പാർട്ടി അടിത്തറ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നേതാക്കളുടെ അഭാവവും പാർട്ടിക്ക് തിരിച്ചടിയാണ്. രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വികസനത്തെക്കുറിച്ച് സ്വതന്ത്രമായി താൻ അഭിപ്രായം പറയുന്നതിന് ജനപിന്തുണയുണ്ട്. കോൺഗ്രസിന് തന്റെ സേവനം വേണ്ട എങ്കിൽ തനിക്ക് മറ്റു വഴികളുണ്ട് എന്നാണ് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ തുടർച്ചയായ വിജയം, തന്റെ പെരുമാറ്റവും സംസാരവും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ് കോൺഗ്രസിനെ എതിർക്കുന്നവർ പോലും തനിക്ക് വോട്ട് ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ 2026 നമുക്ക് വേണ്ടത്. കേരളത്തിലെ കോൺഗ്രസിൽ നേതാക്കളുടെ അഭാവം നിരവധി പ്രവർത്തകർക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നും തരൂർ പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിന് ശേഷവും തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതിന്റെ കാരണം അടിസ്ഥാന വോട്ടർമാർക്ക് അപ്പുറത്തേക്കുള്ള പിന്തുണ നേടിയെടുക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നത് കൊണ്ടാണ്. തിരുവനന്തപുരത്തെ തന്റെ വിജയം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചാണ് തരൂരിന്റെ പരാമർശം. കോൺഗ്രസ് ഈ പിന്തുണ ആർജിച്ചില്ലെങ്കിൽ മൂന്നാം തവണയും പ്രതിപക്ഷത്തായിരിക്കേണ്ടി വരും. ദേശീയ സംസ്ഥാന തലങ്ങളിൽ പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് കൊണ്ട് മാത്രം വിജയിക്കാൻ സാധിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ദേശീയ തലത്തിലേക്ക് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് 19%. ഈ വോട്ട് കൊണ്ട് കാര്യങ്ങൾ സുഗമമാകുമോ? കൂടുതലായി 26% വോട്ടെങ്കിലും ലഭിച്ചാൽ മാത്രമേ അധികാരത്തിലെത്താൻ സാധിക്കൂ എന്നാണ് തരൂർ വിശദീകരിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ട എങ്കിൽ തനിക്ക് തന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പുസ്തകം, പ്രസംഗം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസാരിക്കുന്നതിനുള്ള ക്ഷണം എന്നാണ് തരൂർ നിലപാട് വ്യക്തമാക്കിയത്. വ്യവസായ വളർച്ചയിൽ സംസ്ഥാനത്തെ സർക്കാരിനെ പ്രശംസിച്ച തരൂരിനെ കോൺഗ്രസ് നേതൃത്വം തള്ളിയത് വലിയ ചർച്ചയായിരുന്നു. ഒരു സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയും തെറ്റായ നടപടികൾക്ക് വിമർശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ തരൂർ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രവും ആശയങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശക്തമായ സംഘടനാ സംവിധാനം വേണമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും വളരെ ആകാംക്ഷയോടെയാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ശശി തരൂറിന്റെ പോക്ക് ഇതെങ്ങോട്ടാണ് എന്ന്.